ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സ്വാതന്ത്ര്യം സീരിയൽ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ അലോകിൻ്റെ മനസ്സ് മാറിയ രീതിയിലേക്കാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചതല്ലേ. അപ്പോൾ അലോകിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ അച്യുതൻ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ വക്കീലിൻ്റെ വാദം ജയിച്ചല്ലോ അച്യുതേട്ടാ, എനിക്ക് സന്തോഷമായി എന്ന് രാജശ്രീ പറയുമ്പോൾ ആര് പറഞ്ഞു കോടതിയിൽ വക്കീലും മിടുക്ക് കൊണ്ട് പുറത്തിറങ്ങിയത്? പിന്നെ 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 മിടുക്ക് കൊണ്ട് ഇവൻ പുറത്തിറങ്ങിയത് അവളുടെ ഔദാര്യം കൊണ്ട്, അനുശ്രീയുടെ ഔദാര്യം കൊണ്ട് അവൾ പറഞ്ഞു കേസ് കാര്യങ്ങളൊന്നും വേണ്ട, വെറുതെ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോടതിയിൽ ജഡ്ജി പോലും അവളെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അവളുടെ ഔദാര്യമാണ് നിൻ്റെ മോൻ്റെ ഇപ്പോഴത്തെ ജീവിതം, അല്ലെങ്കിൽ 10 വർഷം എന്തായാലും നിൻ്റെ മോൻ ജയിലിൽ കിടന്നേനെ. അത് മാത്രമേ അത് പോട്ടെ എന്ന് വെക്കുക എന്തായാലും നമ്മുടെ മോനെ തിരിച്ചു കിട്ടിയില്ല എന്ന് വെച്ച് സമാധാനിക്കാം. അപ്പോൾ ഇവൻ്റെ വക വേറൊരു പെർഫോമൻസ്. അച്യുതേട്ട എന്തൊക്കെയാണ് പറയുന്നത്? അതെ, നിൻ്റെ മോൻ പറയുകയാണ് കോടതി ഇറങ്ങിയപ്പോൾ അവളുടെ കാലിൽ പോയി വീണിരിക്കുന്നു. മാപ്പ് തരണം അനുശ്രീ, എനിക്ക് മാപ്പ് തരണം, നിൻ്റെ വലിയ മനസ്സാണ്, നിൻ്റെ സ്നേഹിച്ച് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യമായി. എനിക്ക് അവിടെ പിന്നെ രണ്ടും കൊടുക്കാനാ തോന്നി. അയ്യോ നാണമല്ലടാ നിനക്ക്, എന്ത് പറയാനാ? അവനിപ്പോൾ ഭയങ്കര മനസ്സിന് വല്ലാത്ത കുറ്റബോധം പോലും എന്ന് പറയുമ്പോഴേക്കും അത് കേൾക്കുന്ന ആനന്ദം പറയാം, അച്യുത നല്ല കാര്യം, അവൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കുന്നുണ്ടല്ലോ, അത് നല്ല കാര്യമല്ലേ, അത് അംഗീകരിക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും എന്ത് അംഗീകാരം എന്ന് പറയുമ്പോഴേക്കും എടാ നീ നിൻ്റെ മനസ്സിലെ ഭാഷയും ദേഷ്യവും ഒക്കെ കളഞ്ഞ് ഒന്ന് ആലോചിക്കാൻ നോക്ക്. അവളെ അനുശ്രീ നമ്മുടെ അലോകിനേക്കാൾ എത്രയോ ചെറുതാണ്, എന്നിട്ടും അവൾക്ക് അത്ര പക്വതയായിട്ട് അവൾ അങ്ങനെയൊക്കെ ചിന്തിച്ചല്ലോ. അലോകിനെ വെറുതെ വിട്ടില്ലേ? എന്തായാലും അലോകിന് ഇപ്പം നല്ലൊരു ബുദ്ധി തോന്നിക്കുന്നുണ്ടല്ലോ, അതിന് ഫുൾ ഉത്തരവാദിത്തം അനുശ്രീക്ക് തന്നെയാണ്. എന്തായാലും ഒരു പുരുഷൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നാൽ മാറ്റങ്ങളെല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇതൊക്കെ തന്നെയാടാ എന്നൊക്കെ പറയുന്നുണ്ട്. അലോക് നീ പോയി റെസ്റ്റ് എടുക്ക് എന്നാനന്ദം പറയുകയാണ്. അങ്ങനെ അലോക് അപ്പുറത്തെ ബെഡ്റൂമിലേക്ക് പോയി കിടക്കുന്നുണ്ട്. ബെഡ്റൂമിൽ പോയി കിടക്കുമ്പോഴെല്ലാം അലോകിൻ്റെ മനസ്സിൽ ഫുള്ളും അനുവിനെക്കുറിച്ചുള്ള വിചാരങ്ങളാട്ടോ. അനുവിനെ ആദ്യമായിട്ട് കണ്ടത്, അനുവിനോട് സംസാരിച്ചത്, അനുവിന് ഗിഫ്റ്റ് കൊടുത്തത്, അനുവിനെ തട്ടിക്കൊണ്ടുപോയത്, അനു തന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച നിമിഷങ്ങളും എല്ലാം തന്നെ ആലോചിക്കുകയാണ്. അങ്ങനെ അലോക് പൊട്ടിക്കരയാണ്. നല്ലൊരു പെൺകുട്ടിയായ താൻ കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ആകെ പൊട്ടിക്കരയാണ് അലോക്. അതേസമയം അനുശ്രീ ആണെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആര്യനും ആനന്ദും കൂടി ചേർന്നിട്ട് അവ പറയുന്നുണ്ട്, എടി നീ എന്തിനാടി അവനെ വിട്ടയച്ചത്? അവനെ അവിടെ കിടക്കണം എന്ന്, അത് അവൻ കിടക്കണമായിരുന്നു. അവനെ അംഗീകരിക്കുന്നുണ്ട്. അവനെ നിന്നോട് മാത്രമല്ല കുടുംബത്തിനോട് എത്രമാത്രം ദ്രോഹങ്ങളാണ് ചെയ്തിരിക്കുന്നത്. നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര പൊട്ടിത്തെറിയാട്ടോ. ഇത് കേട്ട് ഗോമതി പറയുന്നുണ്ട്, മക്കളെ മതി നിർത്ത്, അവൾ ചെയ്ത് നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. അമ്മ അങ്ങനെ അല്ലേ പറയുള്ളൂ, അമ്മയുടെ ആങ്ങളുടെ മോനല്ലേ അലോക്, അപ്പോൾ ഒരു സ്നേഹം അമ്മയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് അതില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പെങ്ങളാണ് വലുത്. അപ്പോൾ അനു പറയുന്നുണ്ട്, ചേട്ടാ നിങ്ങൾ എന്താട്ടാ ഇത്? ഞാൻ ഇന്നലെ അമ്മയുടെ അടുത്ത് മുത്തശ്ശി സംസാരിക്കുന്നത് കേട്ടിരുന്നു. മുത്തശ്ശീനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? പോട്ടെ, ഈ മിത്രേച്ചിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? അലോക് എത്ര വൃത്തികെട്ടവനാണെങ്കിലും മിത്രേച്ചിയുടെ ചേട്ടനല്ലേ, പിന്നെ അമ്മയുടെ ആങ്ങളെ മോനല്ലേ, മുത്തശ്ശിയുടെ കൊച്ചുമകനല്ലേ. അപ്പം അങ്ങനെയൊക്കെ കാണിച്ചാൽ നമ്മൾക്ക് എന്തിനാ ശത്രുത? ഈ 2 ആഴ്ച കൊണ്ട് അവൻ അനുഭവിക്കാണ്ടതൊക്കെ അനുഭവിച്ചു. ഇനി വേണ്ട, ഒരു ശത്രുത വേണ്ട, എല്ലാം തീർക്കട്ടെ. പിന്നെ ഈ കോടതി കാര്യങ്ങളൊക്കെ എനിക്ക് മടുത്തു ചേട്ടാ എന്നാണ് പറയണം. ബാലൻ പറയാം, അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തായാലും അലോകിന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത് കേട്ട് ആരും പറയുന്നുണ്ട്, മാറ്റമല്ല വന്നിട്ടുണ്ട് അച്ഛൻ, അവൻ ഇപ്പോഴും അറിയില്ല അച്ഛ, ഇതൊക്കെ അവൻ്റെ അഭിനയമാണ്. ഇനി അച്ഛൻ നോക്കിക്കോ, അവൻ അടുത്ത് നീക്കം എന്താണെന്നോ, ഇനി അനുവിനെ കാണാൻ വേണ്ടി ശ്രമിക്കും, അനുവിനോട് പിന്നെയും പഴയ പോലെ കൂട്ടുകൂടാൻ ശ്രമിക്കും, പ്രണയം നടിക്കാൻ ശ്രമിക്കും, എന്നിട്ട് വീണ്ടും നമ്മുടെ അനുമോളെ പ്രണയത്തിലാക്കി, അല്ലെങ്കിൽ നല്ല സ്വഭാവം എന്തൊക്കെ പറഞ്ഞിട്ട് ആ വീട്ടുകാർ കൊണ്ട് ഈ പെണ്ണ് ചോദിപ്പിച്ച് ഇവളെ വിവാഹം കഴിക്കാൻ വേണ്ടി അവനെ ആവശ്യം പറയും. അങ്ങനെ ഇവളെങ്ങനെ അവനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്നെ കഴിക്കില്ല, അത് കഴിക്കുകയാണെങ്കിൽ
തന്നെ ഇവളായിട്ട് മാക്സിമം നരയിക്കുകയാണ്. ഇപ്പോൾ അവൻ 14 ദിവസം ജയിലിൽ കിടന്നില്ലേ, അതിൻ്റെ വാശിയും ദേഷ്യവും പോലീസുകാരെ അടിച്ചതും ഓരോരോ അടിക്കും അവൻ പകരം വീട്ടാൻ പോകുന്നത്. 2 അടിയായിട്ട് പകരം വീട്ടാൻ നമ്മുടെ അനുവിൻ്റെ അടുത്തായിരിക്കും. അച്ഛൻ നോക്കിക്കോ, ഈ കഥകളൊക്കെ നമ്മൾ എത്രയോ സിനിമയിൽ കണ്ടിരിക്കുന്നു. അച്ഛൻ എന്ന് പറയുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, അതൊക്കെ അച്ഛ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നടക്കും പോകുന്നത്. അവൻ്റെ അടുത്ത നീക്കം പഴയ പോലെയല്ല. അവനാകെ മാറി പരിശുദ്ധനായി. അവനിപ്പോൾ ഒരു കള്ളത്തരവും ഇല്ല. അനുവിനെ കിട്ടിച്ചു തരണം, അല്ലെങ്കിൽ അനുവിൻ്റെ സ്നേഹം മനസ്സിലാക്കി അനു എൻ്റെ കൂടെ നീ വരണം, ഭാര്യയായിട്ട് നീ മതി എന്നൊക്കെ പറഞ്ഞ് ഒരഭിനയം ആയിരിക്കും എന്ന് പറയുമ്പോൾ ബാലൻ വേണ്ട, എന്തെങ്കിലും ആവട്ടെ, അവൻ അങ്ങനെ അഭിനയിച്ചു കൊണ്ട് വരുമ്പോൾ അപ്പം നോക്കാം നമുക്ക്. നിങ്ങളിപ്പോൾ തന്നെ കാട് കയറി ചിന്തിക്കേണ്ട, ഈ പ്രശ്നം തീർന്നു, ഇതോടുകൂടി തീർന്നു, അത്ര തന്നെ, എല്ലാവരും പോയി കിടന്നുറങ്ങാൻ നോക്ക്, കഴിഞ്ഞു എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പം മിത്രയും മീനാക്ഷിയും പറയുന്നുണ്ട്, അതെ ഞങ്ങൾ ഇന്ന് അനുമോളുടെ കൂടെ കിടക്കുന്നത് എന്ന് പറയാണ്. അത് നല്ല കാര്യമാണെന്നും ബാലൻ പറയുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ച് കിടന്ന് അതായിരിക്കും നല്ലതെന്ന് പറയണം. അങ്ങനെ അനുവിൻ്റെ കൂടെയാണ് മിത്രയും മീനാക്ഷിയും കൂടി റൂമിൽ പോയി കിടക്കുന്നുണ്ട്. അപ്പം മിത്ര അനുവിനോട് വളരെ നന്ദി പറയുന്നുണ്ട്. കാരണം ആലോകം ഒരു വൃത്തികെട്ടവനാണെങ്കിലും തൻ്റെ ചേട്ടനാണ്, അപ്പോൾ വെറുതെ വിട്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ മിത്ര നമ്മുടെ അനുവിനോട് ഭയങ്കര നന്ദിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനു പറയാൻ, ഞാൻ മിത്രേച്ചിയൊക്കെ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്തത്. കാരണം എനിക്ക് അറിയാം മിത്രേച്ചി എത്രമാത്രം ആലോകേനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഉള്ളിൽ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അനു പറയുന്നുണ്ട്. അപ്പോൾ അനുവിന് ആ ഒരു പ്രശ്നം സോൾവായി. അങ്ങനെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ അലോകന് ഭയങ്കര ഒരാഗ്രഹം അനുവിനെ ഒന്ന് കാണണമെന്ന്. വീട്ടുമുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എത്തി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അനു പുറത്തൊങ്ങാനും ഉറങ്ങുവാണെങ്കിൽ എന്നാൽ ഇവിടെ അനു പുറത്തിറങ്ങണേ ഇല്ലാത്ത മുത്തശ്ശി വരുന്നുണ്ടാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. എന്നിട്ട് ചോദിക്കാൻ, നീ കുറേ നേരമായാലും എന്തെങ്കിലും മുറ്റത്ത് നടക്കുന്നത് എന്ത് പറ്റി, നിൻ്റെ എന്തെങ്കിലും കാണാതെ പോയാ എന്നാ ചോദിക്കുകയാണ് നമ്മുടെ മുത്തശ്ശി. ഞാൻ വെറുതെ ഇവിടെ നിന്നേ ഉള്ളൂ, നല്ല മഴക്കാറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വെറുതെ ഇങ്ങനെ നിന്നേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ അനുവിനെ കാണാൻ വേണ്ടിയാണോ ഇങ്ങനെയാണോ ഇവിടെ നിൽക്കുന്നത്? വേണ്ട കേട്ടോ ആലോകെ, ആ ഒരു കാര്യം അങ്ങോട്ട് കഴിഞ്ഞു. ഇപ്പോൾ കിട്ടിയ നിൻ്റെ ജീവിതം അവളുടെ ഔദാര്യമാണ് കരുതിയിട്ട് അത് അങ്ങോട്ട് തീർക്കുക. ഇനി അവളെ കാണാനോ സംസാരിക്കാനോ ഒന്നും നിൽക്കണ്ട. അയ്യോ മുത്തശ്ശി, പഴയ പോലെ വഴക്കിനാണോ ഒന്നും അല്ല മുത്തശ്ശി, നന്ദി പറയണം. പിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, വേണ്ട. നന്ദി പറച്ചിലും കാര്യങ്ങളും ഒക്കെ കോടതിയിൽ കഴിഞ്ഞു. നീ ഇനി നന്ദി പറയാനോ ഒന്നും പോവണ്ട. കോടതി വെച്ച് പറഞ്ഞ നന്ദി പറഞ്ഞില്ലേ, അത് തന്നെ ധാരാളം. പിന്നെ അവളെ കാണാൻ നിൽക്കണ്ട. അവളുടെ ചേട്ടന്മാർക്ക് അത് ഇഷ്ടമാവില്ല, ആ വീട്ടുകാർക്ക് അത് ഇഷ്ടമാവില്ല. അത്രമാത്രം ക്രൂരതകൾ നീ പാവം ആ പെണ്ണിനോട് ചെയ്തിട്ടുണ്ട്. അവളുടെ പ്രായമോ പക്വതയോ ഒന്നും നോക്കിയില്ല. അവളുടെ വീട്ടുകാരുടെ അവസാനം നാണം കെട്ട ജീവൻ എന്ന് പറഞ്ഞ വീട്ടുകാരുടെ മുമ്പിലും നാണം കിട്ടും. മുത്തശ്ശി, ഞാൻ വേണമെങ്കിൽ ആ പയ്യൻ്റെ ജീവൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചിട്ട് അനുമായിട്ട് വിവാഹത്തിന് വീണ്ടും സമ്മതിപ്പിച്ചാലോ? എടാ വെറുതെ ഇരിടാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ നീ എന്ന് പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് കയറി പോവാട്ടോ. അപ്പോൾ അലോക് വിചാരിക്കുകയാണ്, താൻ കാരണമായാണല്ലോ ജീവൻ്റെയും അനുവിൻ്റെയും വിവാഹം നടക്കാതെ പോയത്. അപ്പോൾ താനൊന്ന് പോയിട്ട് ജീവനെ കണ്ട് സംസാരിച്ചാലോ, നടന്നാലോ, ഇതാണെന്ന് പറഞ്ഞിട്ട് ജീവനോട് സംസാരിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് നമ്മുടെ ആലോക്. അങ്ങനെ ആലോക് നേരെ ജീവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ജീവൻ ഈ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാനും, അനു പാവമാണ്, അനുവിനെ വിവാഹം കഴിക്കണം, നിനക്ക് സാധിച്ചാൽ നിൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറയാണ്. അത്രയും നിഷ്കളമായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം നിൻ്റെ ഭാഗ്യമാണെന്ന് പറയുന്നുണ്ട്. അലോക് നേരെ ജീവൻ വർക്ക് ചെയ്യുന്ന ബാങ്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ അലോകിനെ കാണുമ്പോൾ നമ്മുടെ ജീവൻ ആദ്യം മനസ്സിലാകുന്നില്ല, പിന്നെ ഇങ്ങനെ നീ അലോക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്തിനാ എന്നെ കാണാൻ വന്നത്? അല്ല, എനിക്ക് കുറിച്ച് സംസാരിക്കണം എന്ന് പറയുകയാണ്. എന്താ സംസാരിക്കേണ്ടത്? ഞാനിപ്പോൾ ഫ്രീ ആവുന്ന സമയത്ത് പറയാം, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അലോക് അങ്ങനെ ഫ്രീ ആകുന്ന സമയത്ത് ജീവൻ അലോകിന് സംസാരിക്കുന്നുണ്ട്. അലോക് പറയുന്നുണ്ട്, അനുവിനെ ഞാൻ സ്നേഹിച്ചത് ശത്രുത തീർക്കാനായിട്ടാണ്, പക്ഷേ അവൾക്ക് എന്നോട് ആത്മാർത്ഥ സ്നേഹം ഉണ്ടായിരുന്നു.
അവളുടെ നിങ്ങളുടെ വിവാഹം മുടക്കി അവളുടെ വീട്ടുകാരെ നാണം കെടണം. അവൾ ഒരു ദിവസം രാത്രി ഫുള്ളും എൻ്റെ കൂടെയാണെന്ന് അറിയിക്കണം. പിന്നെ ഞാൻ ഒരിക്കലും പോലും സ്നേഹിച്ചിട്ടില്ല. ആ രീതിയിൽ ഞാൻ അവളെ നോക്കിയിട്ട് പോലുമില്ല. അവളുടെ ജീവിതം, അവളുടെ വീട്ടുകാരുടെ ജീവിതം കുട്ടിച്ചോറാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അവളെ കാണുമ്പോൾ അവൾ എപ്പോഴും പറയുക, അവളുടെ മുഖം എടുത്ത് ഉരയ്ക്കാൻ ആണ് എനിക്ക് തോന്നുന്നത് എന്ന്, നിലത്ത് ഉരയ്ക്കാനാണ് തോന്നുന്നതെന്നൊക്കെ എപ്പോഴും പറയുന്നു. അവളെക്കാൾ സുന്ദരിയും പണമുള്ള ഒരു പെണ്ണിനെ എൻ്റെ വല്യച്ഛൻ എനിക്ക് വേണ്ടി ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ എന്ന് കരുതി ആഗ്രഹമുണ്ടായിരുന്നു. അതിന് അനുവിൻ്റെ ജീവിതം കുളം തോണ്ടിയിട്ട് വേണം അവളെ വിവാഹം കഴിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ എനിക്ക് എല്ലാത്തിനെയും തിരിച്ചടി കിട്ടി. അനു എന്നെ പോലത്തെ ഒരു ചെക്കനെ ഇല്ല, നിങ്ങളെപ്പോലത്തെ ഒരു ചെക്കനെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞതൊക്കെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അനുവിനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കണം. ആ വീട്ടുകാർക്ക് അനുവിൻ്റെ വിവാഹക്കാരും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. അനുക്ക് നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ജീവൻ മനസ്സൊന്ന് ചെറുതായിട്ടൊന്ന് പടർന്നിട്ടുണ്ട് കേട്ടോ. ജീവൻ എന്തായാലും അനുവിൻ്റെ അടുത്ത് വീണ്ടും ആലോചനയായിട്ട് പോകുന്നുണ്ട്. തമിഴിൽ എന്തായാലും ഇതേപോലത്തെ തമിഴിൽ മറ്റേ ബാലൻ എങ്ങനെ കൂട്ടി പറയില്ലേല്ലോ അനുവിൻ്റെയും വിവാഹം നടന്നത് എങ്ങനെയാണെന്ന്, അത് അറിഞ്ഞിട്ടാണ് ജീവൻ പെണ്ണ് ആലോചിച്ച് വരുന്നത് കേട്ടോ. പക്ഷേ ഇതിൽ ഇങ്ങനെ തന്നെ അവനാണ് ചാൻസ്. അനുവിനെ ജീവൻ തന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അതാണ് കാണുന്നത്. നല്ല സ്വഭാവമായിട്ട് നമ്മുടെ ആലോകം വന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.